നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ടെസർ സാരിയാണ് കാണിക്കുന്നത്. പ്യൂർ ടെസറല്ല, സെമി ടെസറാണ്. ഇത് 1699 ആക്ച്വൽ പ്രൈസ് വരുന്ന സാരിയാണ്. ഇപ്പോൾ തരുന്ന വില 1100 അല്ലേ, 1100ക്കാണ് തരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും പലരും ഇത് 1699 ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 1899 ഇതിൻ്റെ കൂടിയത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ ഈ മോഡൽ തന്നെ ടെസർ സെമി ടെസർ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, പല വിലയ്ക്ക് കാണിച്ചിട്ടുണ്ട്. 2000-ൻ്റെ 5000-ൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് 1699 ഇപ്പോഴത്തെ വില 1100. നമ്മളുടെ ഡിസ്കൗണ്ട് സെയിൽ തകർത്ത് വാരിക്കൊണ്ടിരിക്കുക ദൈവാനുഗ്രഹത്താൽ. ഇതൊന്നും ആർക്കും വെറുതെ എന്നാ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ എന്നു വെച്ചാൽ നമുക്കൊരു ഈ ബിസിനസ് റൺ ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് വരുത്തേണ്ടത് ആവശ്യമാണ്. അതാത് കാലഘട്ടത്തിൽ അതാത് വർഷത്തിലെ ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പോളിസിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മളതിനകത്ത് മുടക്കുമുതലിനെ കഴിഞ്ഞ് പലപ്പോഴും താന്നായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇനി ഒരു വർഷം കൂടി ഇത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന അതുപോലും ഇല്ലെന്നാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഷോപ്പിലാണേലും ഇതാണേലും ഇതിനകത്ത് യാതൊരു കളിപ്പീരുകളും ഇല്ല. നിങ്ങൾക്ക് കടയിൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടുത്തെ സാധനങ്ങൾ കണ്ടാൽ അറിയാം, വില കണ്ടാൽ അറിയാം, മേടിച്ചിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ പകുതി വിലയ്ക്ക് കിടക്കുന്ന കണ്ടാലും അറിയാം. അല്ലാതെ പലരുടെയും ഈ മനുഷ്യൻ്റെ മനസ്സിന് പല ചിന്താഗതികളാണല്ലോ. ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പറയുന്നവരും ഉണ്ട്, അത് വേറെ കാര്യം. ഇതാ ആദ്യത്തെ സാരി. ഇത് മുന്താണി ഇങ്ങനെ. ഇതിൻ്റെ കളേഴ്സ് ആദ്യത്തെ സാരി ഞാൻ നല്ല വ്യക്തമായിട്ട് നല്ല രീതിക്ക് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. കണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു ഇതിപ്പോൾ ശരിക്കും ഒരു ഹാൻഡ്ലൂമിൻ്റെ വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ്ലൂമിൻ്റെ അല്ല, നമ്മുടെ കാന്താട് ഹാൻഡ്ലൂമിൻ്റെ സാരീസിൻ്റെ ഒരു ഇത് വരികയല്ലേ, ആ ഒരു വീവിങ് വരികയല്ലേ, അതുപോലത്തെ ഒരു വീവിങ് ഇവിടെ കൊടുത്തിരിക്കുക. ഒന്നിടവിട്ട് നല്ല സിമ്പിളായിട്ട് പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള സാരി. ഇത് ടസറാണ്. അത് സെമി ടസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് ടസർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം സെമി ടസറിൻ്റെ ഒരു അനുപാതം നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം 60% ടസർ ബാക്കി കോട്ടൺ, അല്ലെങ്കിൽ 80% ടസർ ബാക്കി കോട്ടൺ, 90% ടസർ ബാക്കി കോട്ടൺ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് വില കൂടി പോകുന്നത്. ടസറിൻ്റെ അനുപാതം എത്ര കൂടുന്നോ അതനുസരിച്ച് വില കൂടും. നിങ്ങളിപ്പം ഒരു 10,000 രൂപയ്ക്ക് സാരി വാങ്ങിക്കുന്നുണ്ട്, അത് 100% ടസറായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വില വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ടസറിൻ്റെ നൂല് ഉള്ള സാരിയാണ് 1100 ഇപ്പോൾ തരുന്നത്. നിർഭാഗ്യവശാൽ ഇതിന് ഓരോന്നിനും ഒറ്റ പീസസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാരിക്ക് ഈ ഒരു പീസേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കടയിൽ വന്ന് ചോദിച്ചു. തീർന്നു പോകുന്നു പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. ഇത്രേ ഉള്ളൂ. സോറി ബ്ലൗസ് കാണിച്ചോ. ആദ്യത്തെ സാരി നല്ല വിശദീകരിച്ച് കാണിക്കാമെന്ന് പറയാം. മനസ്സിലെ ധൃതി മടുപ്പും എല്ലാം കൂടെ കൂടിയിട്ടേ എനിക്ക് വേഗം ഒന്ന് ഇതെല്ലാം തീർത്തിട്ടൊന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ വീട്ടിലേക്ക്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ആ ടസറിൻ്റെ ആ ഫീല് തോന്നുന്നുണ്ടോ. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങളിത് ടസറാണെന്നുള്ള അത് പരിഗണന തന്നെ കൊടുത്തു വേണം ഇതിനെ പരിപാലിക്കാൻ. ഇത് ഒരിക്കലും എടുത്തിട്ട് സ്വന്തമായിട്ട് വാഷ് ചെയ്യാനോ അങ്ങനെയൊന്നും പോകരുത്. അതുപോലെ അറിയാവുന്നവർ ചെയ്തോ, ഞാൻ അതിനകത്തൊരു പറയല്ലോ, നമുക്ക് ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ പറയുന്നത് ഇതിനെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഒരു എന്താ പറയുക, ഡ്രൈ വാഷോ ഫസ്റ്റ് ടൈമെങ്കിലും, അതാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒന്നും വാഷ് ചെയ്യാൻ പോകണ്ട. അടുത്ത കളർ ഇത് ഒനിയൻ പിങ്കിൻ്റെ കളർ. മുന്താണി വന്നിട്ട് വേണ്ട ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിന്, ഈ ഒരു സാധനം തന്നെ പ്ലെയിന്. അടുത്ത കളറ് ഗ്രേപ്പിൻ്റെ ഒരു കളറ്, നല്ലൊരു പേസ്റ്റൽ കളറ്. ആർക്ക് വേണേലും നല്ലതായിട്ട് ചേരുന്ന കളറാണ്. പക്ഷേ ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, കാരണം ഇതെല്ലാം ഒറ്റ പീസ്. ഇപ്പോൾ ഇവിടെ 15 സാരി കാണിക്കുന്നെങ്കിൽ 15 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതാ 15 സാരി വെച്ച് വീഡിയോയ്ക്കുള്ള മെനക്കേടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചാൽ. ഇതാണ് ബ്ലൗസ്. കണ്ടോ, നിങ്ങൾക്ക് ആ ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ലേ, ടസറിൻ്റെ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വീഡിയോയ്ക്ക് ഇതിനകത്ത് എത്രത്തോളം അത് നേരിട്ട് കണ്ടാൽ കറക്റ്റ് അറിയാം. മെറൂൺ ഉണ്ടോ, നല്ല ഡാർക്ക് മെറൂൺ, നല്ലതായിട്ട് ചേരും, നല്ല ഭംഗിയാണ്. എനിക്കിത് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റഫ് കാണുമ്പോഴത്തേനും എടുത്ത് കാണിക്കാൻ, അത് ടസറായിട്ട് കാണിക്കാൻ നമുക്ക് എളുപ്പമാണ്. പ്യുവർ ടസർ വാങ്ങിക്കാനൊന്നും പറ്റിയല്ലാത്തവർ, മീൻസ് ചിലർക്ക് കാശ് എത്ര മുടക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കും. ഇത് വാങ്ങിച്ചാലും പ്യുവർ ടസർ അല്ലെന്നൊന്നും പറയത്തേ ഇല്ല. വയലറ്റ് അല്ല, ഡാർക്ക് ലാവണ്ടർ ലൈലാക്ക് എന്ന് പറയാം, വയലറ്റ് എന്ന് പറയുന്നില്ല. ഇതുണ്ടോ, ഇതാണ് കളർ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതൊക്കെ ഒത്തിരി ഇങ്ങനത്തെ കളറുകൾ വന്ന ഓൺലൈനിൽ ചോദിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ
ഈ പറഞ്ഞ പോലെ വരുന്നതിന് മുന്നേ വേഗം പോകും. ഇങ്ങനെ ബ്ലൗസ് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ബ്ലൗസ് ഇതിൻ്റെ പ്ലെയിന്, അതാണ് ബ്ലൗസ്. അടുത്ത കളറ് മെറൂൺ, രണ്ട് മെറൂൺ, 2 ടൈപ്പ് മെറൂണാണ് അല്ലേ. ഇത് ഡാർക്ക് മെറൂണ്, ഇത് തെളിഞ്ഞ മെറൂൺ ഇച്ചിരും കൂടെ. 2 ടൈപ്പ് മെറൂണ്. നിങ്ങൾ എപ്പോഴും നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തയക്കുമ്പോൾ ആ നമ്പർ സ്ക്രീനിൽ കൂട്ടി എടുത്തയക്കാവുള്ളേ. എടുത്ത ഇത് കറക്റ്റ് കളറാണോ കിട്ടുന്നത്? ലാവണ്ടറിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒനിയൻ്റെ മറ്റൊരു ഷെയ്ഡ് എന്നൊക്കെ പറയാം. ലൈറ്റ് ലാവണ്ടർ എന്ന് പറയുന്നതിൽ ഒനിയൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റാകുന്നത്. ആ ഒരു ഡിസൈൻ തീർന്നു. ഇനി അടുത്ത ഡിസൈൻ സെയിം ആണ്, റേറ്റും കാര്യങ്ങളും എല്ലാം സെയിം ആണ്, ഡിസൈൻസിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. 1699 ആയിരുന്നു റേറ്റ്, ഇപ്പോൾ 1100 അങ്ങനെയാണ് റേറ്റ്. ഇത് മുന്താണി, ഇത് വരുമ്പോൾ ബോർഡർ ബോഡി. ഈ ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു ത്രെഡ് കൊണ്ട്, പ്രിൻ്റ് അല്ല ഇത്, ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. പ്രിൻ്റ് എടുത്തേക്കുന്നതല്ല, ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. മുന്താണി വരുമ്പോഴത്തേടെ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും മുന്താണി. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു കാന്താ വർക്ക് പോലത്തെ ഒരു വർക്ക് കൊടുത്തിരിക്കുക. ബ്ലൗസ് ആസ് യൂഷ്വൽ പ്ലെയിൻ കണ്ടോ, ഇതാണ് പ്ലെയിൻ. നല്ല വശം നോക്കി എടുക്കണേ. ഇതിന് രണ്ട് വശം ഒരുപോലെ. ബ്ലൗസ് തയ്ക്കുമ്പോഴത്തെ കാര്യം മാത്രമേ ഞാൻ പറയും. ബ്ലൗസ് തയ്ക്കുമ്പോൾ പുറത്തുള്ള വശത്താണ് പ്യുവർ ടസറിൻ്റെ ആ ഒരു, പ്യുവർ ടസറിൻ്റെ അല്ല, ടസറിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഇതാണ് സാരി. നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ടസർ ഡിസൈനൊക്കെ ചെയ്ത് വരുന്നത് അങ്ങനെ കുറവാണ്. നമുക്കിതൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം ആണല്ലോ. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. ഗ്രീൻ, പാരറ്റ് ഗ്രീൻ. പാരറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള പാരറ്റ് ഗ്രീനാണ്. ഒരു തെളിഞ്ഞൊരു സൈസ് പാരറ്റ് ഗ്രീൻ ഉണ്ട്. അതിനൊരു വല്ലാത്തൊരു കളർ വരും, മഞ്ഞ മിക്സ് ആയിട്ടുള്ള. അതല്ല, ഇത് നല്ലൊരു പാരറ്റ് ഗ്രീനാണ്. ഒലീവ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ. നല്ല കളർ, ഒറ്റ കളർ ഒരു കുറ്റം പോലും പറയാനുള്ള കളേഴ്സ് ഇല്ല. അയ്യോ ഈ കളറിന് ഇത് കൂടുതലാണ്, ഈ കളറിന് അത് കൂടുതലാണ് എന്ന്, അല്ലെങ്കിൽ അത് കുറവാ എന്ന് പറയാനേ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി അടുത്തത് ഒനിയൻ. നല്ലൊരു പേസ്റ്റൽ കളർ. ഞാനാണെങ്കിൽ കിടക്കുന്ന ആക്ച്വൽ പ്രൈസും പിന്നെ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റും ഒക്കെ കൂടെ കാണിക്കാറുള്ളത്. ഇപ്പം എനിക്ക് ധൃതി കാരണം കൊണ്ട് എൻ്റെ കൈ പൊള്ളിയിരിക്കുന്നുണ്ട്. അതുവരെ കാണി ഇവിടെ താങ്ങുന്നു ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ കൂടുതൽ കൊണ്ട് പറ്റിയതാ. നേരിട്ട് പോയി കൈ കൊണ്ട് സ്റ്റൗവിനെടുത്തുകൊണ്ട് തുടയ്ക്കാൻ പോകുന്നതാണ്. ഞാൻ തുടയ്ക്കുമ്പോഴേ അതന്ന് ഓഫ് ചെയ്തിട്ട് പരിപാടി തീർത്ത പോരെ, പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള വീട്ടമ്മമാർക്കുള്ളത് അങ്ങനത്തെ ധൃതി കൂടി പോകുന്നത്. നല്ല കളറല്ലേ, നോക്ക്, നല്ല കളറല്ലേ. ഇതൊക്കെ സമയമെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, സമയമെടുത്ത് കാണിച്ചിട്ടൊന്നും ഞാനൊന്നും ഉള്ള ഇതില്ല. ആകെ ഇത്രയും സാരിയും വെച്ചുകൊണ്ടുള്ള വീഡിയോയാ. ഇതിൽ ഏതാ കാണിച്ചത്? ഇത് കാണിച്ചിരിക്കാത്തല്ലേ, വയലറ്റ്, തീപ്പട്ടി കളർ. എന്താ പറയും, ഇതൊക്കെ എല്ലാവരുടെയും ഫേവററ്റ് കളേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നല്ല കളറുകൾ കൊടുക്കുക എന്നുള്ളത്. ഞാനിപ്പം ബണ്ടിൽ ഇപ്പോൾ ഓരോ സാരിയും വരുന്നത്, ഇപ്പോൾ ഈ ഒരു സാരിക്കാണെങ്കിൽ ഈ സാരിക്ക് ഒരു 10-18 കളറൊക്കെയാണ് ബണ്ടിൽ വരുന്നത്. ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് എനിക്ക് അത്രയും എനിക്കിഷ്ടമില്ലാത്ത കളറുകളെല്ലാം ഞാനങ്ങ് മാറ്റും. അങ്ങനെ തരാറില്ല, ഹോൾസെയിലേഴ്സ് അങ്ങനെ സമ്മതിക്കാറില്ല. പിന്നെ നമ്മൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പം കുറച്ചൊക്കെ നമ്മൾ പറയുന്നതും അവർ പറയുന്നത് നമ്മളും കേൾക്കണം, നമ്മൾ പറയുന്നത് അവരും കേൾക്കണം. എന്നാ പറയുന്നത്, ഇതിന് പറഞ്ഞാൽ ഒനിയൻ പിങ്ക് എന്ന് പറയാം, റോസ് എന്ന് പറയാം, അങ്ങനെയൊക്കെയുള്ള ഒരു കളർ. റോസ് എന്ന് പറയത്തില്ല, ആ പിങ്ക് അല്ല, ഒനിയൻ്റെ ഒരു ലൈറ്റ് നമ്മൾ സവാളയൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ആ തൊള്ളിയുടെ തൊട്ടടിഭാഗത്തൊരു കളറുണ്ട്. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല, ചില സവാളയ്ക്ക് വേറെ കളറാണ്, റാണി പിങ്ക്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കളർ തന്നെ. പിന്നെ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളുടെ ഫോണിൻ്റെ വെട്ടോ ലൈറ്റോ ഒക്കെ വ്യത്യാസപ്പെട്ടാണെങ്കിലേ അതും അങ്ങനെ തന്നെ ഇരിക്കും. റാണി പിങ്ക്, നല്ലൊരു റാണി പിങ്ക്, മെറൂൺ മിക്സ് ആയിട്ടുള്ള റാണി പിങ്ക്. ഇതാണ് മുന്താണി. ബ്ലൗസ് ഞാൻ കാണിക്കണ്ടല്ലോ, ബ്ലൗസ് സെയിം ആണ്, പ്ലെയിൻ ആണ്. ബ്ലൗസേ വർക്കൊന്നുമില്ല, കാരണം ബോഡിയിലും മുന്താണിയിലും വർക്കുണ്ട്. അത്രേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എന്നോട് മതിയാക്കാന്ന് പറയുക.
വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഇത് ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച്, റിട്ടേൺ, റീഫണ്ട്, ക്യാൻസലേഷൻ ഒന്നുമില്ല കേട്ടോ. താങ്ക് യു.